ഹായ് ഫ്രണ്ട്സ്, നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരി പൊറോട്ട എന്നിവയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബീഫ് കറി തയ്യാറാക്കുന്നതിന് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അരിഞ്ഞതിൻ്റെ അത്ര തന്നെ ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവാളയും ചെറിയുള്ളിയും കൂടി ഈക്വലായിട്ട് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകൊന്ന് നടുകെ കീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ തക്കാളി അധികം വേവാനും നിൽക്കണ്ട. ഇത് ബീഫിൻ്റെ കൂടെ തന്നെ നന്നായിട്ടങ്ങ് വെന്തോളും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മസാലകൾ ബീഫിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല. ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ അല്ലാതെ ബീഫിൽ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് 1 കപ്പ് മതി. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പൊടികളൊന്നും അടിയിൽ പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം മാത്രം മതി. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മൾ ബീഫിൻ്റെ വേവിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇത് 3 വിസിലും കൂടി മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറക്കുന്നുണ്ട്. അധികം ചൂടാറി പോകുന്നതിന് മുമ്പ് തന്നെ തുറക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കറിക്ക് ചൂടുള്ള സമയത്ത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഓവറായിട്ട് ഇളക്കണമെന്നില്ല. മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് കറിയിലേക്കൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒന്നുകൂടി വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പം ഞാനിതാ ഇത് തയ്യാറാക്കി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിത് തുറക്കുന്നുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ആ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നെയ്ച്ചോറായിരുന്നു. കുക്കറിലാണ് തയ്യാറാക്കിയത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാട്ടോ അത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട, പത്തിരി, ചപ്പാത്തി എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.